ശ്രീനാരായണപുരം പഞ്ചായത്തിലെ പതിയാശ്ശേരിയിൽ അപകട ഭീഷണിയുമായി ഒരു പാലം. പതിയാശ്ശേരി കട്ടൻ ബസാർ റോഡിൽ ഇലാഹിയ നഗറിൽ പെരുന്തോടിന് കുറുകെയുള്ള ഈ പാലത്തിലൂടെ ദിവസവും ഒട്ടനവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. 1/4 നൂറ്റാണ്ട് പഴക്കമുള്ള പാലം അടിത്തറയിളകിയ നിലയിലാണ്. പാലത്തിന്റെ അപകടാവസ്ഥ കണക്കിലെടുത്ത് ഭാരം കയറ്റിയ വാഹനങ്ങളുടെ ഗതാഗതം നിരോധിച്ചിട്ടുണ്ടെങ്കിലും സ്കൂൾ ബസ്സുകളും ലോറികളും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ നിർബാധം ഇതുവഴി കടന്നുപോകുന്നുണ്ട്. പാലത്തിന് താഴെ ഇരു കരകളിലുമായി നിർമ്മിച്ചിട്ടുള്ള കരിങ്കൽ തൂണുകൾ പൊളിഞ്ഞടർന്ന അവസ്ഥയിലാണ്. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി തടഞ്ഞിട്ടില്ലെങ്കിൽ വലിയ ദുരന്തമുണ്ടാക്കുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു. പാലത്തിന്റെ അടിയിൽ കമ്പികളെല്ലാം വെളിയിൽ വരികയും ഒപ്പം തന്നെ കരിങ്കല്ലിന് മേലാണ് ഇവിടെ ഈ പാലം നിൽക്കുന്നത്. കരിങ്കല്ല് ഇളകിപ്പോവുകയും അതോടൊപ്പം തന്നെയുള്ള മണ്ണ് ഒലിച്ചു പോവുകയും ചെയ്തതോടുകൂടി വലിയ ഗർത്തം തന്നെ ഇതിൻ്റെ താഴെ ഉണ്ടായിട്ടുണ്ട്. വലിയ അപകടത്തിലേക്ക് അത് നയിച്ചേക്കാം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നാടിൻ്റെ ഒരു ആവശ്യമായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് ഇപ്പോൾ പാലം പണിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ അടിയന്തരമായിട്ട് ഈ റോഡിൻ്റെ ഇരുവശവും അടച്ചുകൊണ്ട് വലിയ ദുരന്തത്തിൽ നിന്ന് നാടിനെ രക്ഷിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. കയ്പമംഗലം MLA E.T. ടൈസൺ മാസ്റ്ററുടെ ഇടപെടലിലൂടെ പുതിയ പാലത്തിനായി 77 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. പാലം നിർമ്മാണത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായെങ്കിലും മഴ കനത്ത സാഹചര്യത്തിലാണ് നിർമ്മാണം വൈകിയതെന്നും പാലത്തിലൂടെയുള്ള ഗതാഗതം പഞ്ചായത്ത് നിയന്ത്രിച്ചിട്ടുള്ളതാണെന്നും വാർഡ് മെമ്പറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ അയൂബ് പതിയാശ്ശേരി പറഞ്ഞു. കഴിഞ്ഞ 1.5 കൊല്ലത്തിന് മുമ്പ് നമ്മൾ ആ പാലം അപകടാവസ്ഥയിലാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ നിയമാനുസൃത ബോർഡ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പാലം പണി തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിൽ പോകുന്ന ചില വാഹനങ്ങളോട് പറഞ്ഞു ഇന്ന ദിവസം നമ്മൾ ഇത് പണി തുടങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ ചില വാഹനങ്ങൾ കടന്നു പോകാതെ ഇരിക്കുകയും വീണ്ടും ആ മഴ വന്നപ്പോൾ ജോലി നിർത്തി വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മഴയുടെ ഒരു കാഠിന്യം കുറഞ്ഞ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ തുടങ്ങുക തന്നെ ചെയ്യും. പാലം പണിക്ക് മുന്നോടിയായി പെരുന്തോട്ടിൽ തടയണ കെട്ടി നീരൊഴുക്ക് തടഞ്ഞിരുന്നു. എന്നാൽ കനത്ത മഴയെ തുടർന്ന് പ്രദേശത്ത് വെള്ളക്കെട്ട് അനുഭവപ്പെട്ടതോടെ തടയണ പൊളിച്ചു നീക്കി. ആയിരക്കണക്കിന് ആളുകൾ ഗതാഗതത്തിനായി ആശ്രയിക്കുന്ന പാലം അപകടാവസ്ഥയിൽ തുടരുന്നത് നാട്ടുകാരുടെ ഉറക്കം കെടുത്തുകയാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ.